ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡോക്ടർ റോബിനെ കുറിച്ചുള്ളത്. ഡോക്ടർ റോബിൻ ഉണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം PSCയുടെ എക്സാമിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പം തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന പ്രൊട്ടസ്റ്റിലൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പോലീസിനെതിരെയൊക്കെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. കുറേയധികം സ്കാമും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരാളാണ്. ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഡോക്ടർ റോബിൻ്റെ ഒരു വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഡോക്ടർ റോബിൻ പറയുകയാണ്, ഈ ഒരു BJPയിൽ ഞാൻ ചേർന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം നമുക്കും ഗുണം ഉണ്ടാവണം, പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും വലിയ കുഴപ്പമൊന്നും വരാതിരിക്കും. ഞാനെല്ലാം ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു BJP ഒരു വർഗീയവാദികളാണ് എന്നുള്ള രീതിയിലുള്ള സംസാരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വേദലക്ഷ്മി ഉണ്ടെങ്കിൽ ഡോക്ടർ റോബിനെതിരെ കണക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡോക്ടർ റോബിൻ ആരെയുന്നോ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഒരു മെസ്സേജ് അയച്ചതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്, ഇപ്പം എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ പണി ചെയ്തിട്ട് ഉടനെ തന്നെ അത് തിരിച്ചു തരുന്നതായിരിക്കും എന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വേദലക്ഷ്മി അതെങ്ങനെ എടുത്തിട്ടതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പം ഡോക്ടർ റോബിൻ്റെ അമ്മ ക്യാൻസറൊക്കെ വന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പൈസയ്ക്ക് ആവശ്യം വന്നിട്ടായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തിരിച്ചു കൊടുക്കാമെന്ന് തന്നെയാണ് ആ ഒരു മെസ്സേജിൽ പറയുന്നത്. ഞാൻ പണിയെടുത്ത് ഉടനെ തന്നെ തരുന്നതായിരിക്കും, നിങ്ങളെ ഒരിക്കലും പറ്റിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് വെളിയിലിട്ടതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ ഡോക്ടർ റോബിൻ ഉണ്ടെങ്കിൽ ഇതിനിപ്പം എതിരെ കേസ് കൊടുത്തേക്കുവാണ്. ഡോക്ടർ റോബിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം തെളിയിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരിക, വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിന് മറുപടിയായിട്ട് വേദലക്ഷ്മി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ ഉറപ്പായിട്ട് അത് തെളിയിക്കും, പിന്നെ ഇതിൽ നിന്നല്ല രക്ഷപ്പെട്ടു പോകുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, നീ പറഞ്ഞ കാര്യങ്ങളും നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് പുറത്ത് കൊണ്ടുവരും എന്നതാണ് വേദലക്ഷ്മി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ഇനിയും ഡോക്ടർ റോബിനെതിരെ കുറേ വീഡിയോസ് ഉണ്ട്, അതെല്ലാം പുറത്ത് വിടും എന്നാണ് പറഞ്ഞേക്കുന്നത്.